ഇന്നത്തെ എമ്പുരാൻ സീരീസിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ക്യാരക്ടർ സാനിയ അയ്യപ്പനാണ്. അതായത് മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെയും വിവേക് ഒബ്രോയുടെ കഥാപാത്രത്തിന്റെയും മകളായിട്ട് നമ്മുടെ സിനിമയിൽ ലൂസിഫർ സിനിമയിൽ കാണിക്കുന്ന ജാൻവി, അതായത് സാനിയ അയ്യപ്പൻ. അതാണ് ഇന്നത്തെ ക്യാരക്ടർ അനാലിസിസ്. സാനിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡാൻസറായി കരിയർ തുടങ്ങി സിനിമയിലേക്ക് വന്ന ആളാണ്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ബാല്യകാലസഖി അല്ലെ. ബാല്യകാലസഖിയില് അതെ 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 ബാല്യകാലസഖിയില് ഇഷാ തൽവാറിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച കഥാപാത്രമായിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് സാനിയ അയ്യപ്പൻ വരുന്നത്. സാനിയ അയ്യപ്പന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു. ഡാൻസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം തിരശ്ശീലയിലേക്ക് നിരവധി ഓഫറുകൾ വന്നു എന്ന് സാനിയ അയ്യപ്പൻ പറഞ്ഞെങ്കിലും അതിലെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ആദ്യത്തെ സിനിമ എന്ന രീതിയിൽ പുറത്തു വന്നത് പ്രമോദ് പയ്യന്നൂർ 2014 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കിയെടുത്ത ബാല്യകാല സഖി എന്ന സിനിമയിൽ ഇഷാ തൽവാറിന്റെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ടായിരുന്നു. പിന്നെ നിരവധി സിനിമകളിൽ വേഷമിട്ടു. ഒരു മുതിർന്ന താരം അല്ലെങ്കിൽ ഒരു ബാലതാരത്തിൽ നിന്നുള്ള ലേബലിൽ നിന്ന് മാറി അഭിനയിച്ചത് 2017 ഇറങ്ങിയ വേദം എന്നുള്ള സിനിമയിലൂടെയായിരുന്നു. പിന്നെ ക്വീൻ 2018 പുറത്തിറങ്ങിയ ക്വീൻ കുറച്ചും കൂടി ആള് ഒരു ഫിലിമിലൂടെയാണ് എല്ലാവരും ചിന്നു എന്ന് പറയുന്ന ക്യാരക്ടർ അതാണ് എല്ലാവരും ഫെമിലിയർ ആയി എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ഫിലിം ഫെയർ എന്നുള്ള ഒരു ഏറ്റവും ഒരു വിലപ്പെട്ട ഒരു അവാർഡ് കൂടി, ബെസ്റ്റ് ഡെബ്യൂ ആക്ട്രസ് എന്നുള്ള അവാർഡ് കൂടി സാനിയ അയ്യപ്പൻ ക്വീൻ എന്നുള്ള സിനിമയിലൂടെ നേടുകയുണ്ടായി. പിന്നെ കൃഷ്ണൻകുട്ടി പണം തുടങ്ങി പ്രേതം 2, പിന്നെ ഇന്ന് എത്തി നിൽക്കുന്നത് ലൂസിഫർ എന്നുള്ള സിനിമയിലാണ്. നിരവധി തന്റെ കരിയറിൽ തന്നെ നിരവധി ബാക്ക്ലാഷുകളും നിരവധി സോഷ്യൽ മീഡിയ ഹണ്ടിങ്ങുകളും ഒക്കെ നേരിട്ട നടിയാണ് ലൂസിഫറിൽ. നിരവധി ബാക്ക്ലാഷുകളും നിരവധി ബിഗ് ഹണ്ടിങ്ങും പല രീതിയിൽ വേട്ടയാടപ്പെട്ട നടി കൂടിയാണ് സാനിയ അയ്യപ്പൻ. അപ്പോൾ ആ ഒരു നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് എത്തി നിൽക്കുന്നത് നല്ലൊരു പൊസിഷനിലാണ്. ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ഭാഗമാവുക, അതൊരു വെറും ഒരു വന്നു പോകുന്ന കഥാപാത്രം, മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെ നന്നായി പ്ലേ ചെയ്യാനും ഒരു പ്രകൃതിന്റെ ഒരു നല്ലൊരു മറുപടി കൂടിയാണ്. ഒരു നടീനെ എത്രമാത്രം തരം താഴ്ത്താൻ നോക്കി, എത്രമാത്രം വേട്ടയാടപ്പെടാൻ നോക്കി, വേട്ടയാടപ്പെട്ടു സാനിയ അയ്യപ്പൻ. അതിന് ശേഷം നല്ലൊരു രീതിയിൽ നല്ലൊരു ആഫ്റ്റർ ടേസ്റ്റ് കൂടിയാണ് ഇപ്പോൾ സാനിയ അയ്യപ്പന്റെ ഈ ഒരു പൊസിഷൻ എന്നുള്ളത്. മലയാള യുവതാരങ്ങൾക്കിടയിൽ തരക്കേടില്ലാത്ത ഒരു പൊസിഷനിൽ തന്നെയാണ് സാനിയ അയ്യപ്പൻ. ഇപ്പോൾ ലൂസിഫറിൽ ജാൻവി എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം ഷാലുഫ് പറഞ്ഞ പോലെ തന്നെ മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്ന ആളുടെ ഒരു സ്റ്റെപ്പ് ഫാദറായിട്ട് അതിൽ ബോബി വിവേക് ഒബ്രോയിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിലും നമ്മൾ ബാക്കിയുള്ള മുന്നേ അനലൈസ് ചെയ്ത ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഇൻട്രോ സീൻ മുതലേ ജാൻവി എന്ന് പറയുന്ന ക്യാരക്ടർ ത്രൂ ഔട്ട് പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എപ്പോഴും അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു ടീനേജ് ഗേൾ ആയിട്ടാണ് നമുക്ക് അതിൽ സാനിയ അയ്യപ്പനെ കാണാൻ കഴിയും. സാനിയ അയ്യപ്പനും നമ്മൾ കഴിഞ്ഞ റിവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ സെയിം ഒരു അന്നത്തെ കാലത്ത് സമൂഹത്തിലെ ഒരു യൂത്ത്, ഒരു ടീനേജേഴ്സിന്റെ ഒരു ബാഡ് ഹാബിറ്റ്സ്, ഡ്രഗ്സിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ അതിൽ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രഗ്സിന്റെ ഉപയോഗം കാരണം എങ്ങനെയൊക്കെയാണ് നശിച്ചു പോകുന്നത് എന്നുള്ളതിന്റെയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ഫാദർ ആളെ മിസ്യൂസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് തന്നെ നല്ല കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്യാരക്ടർ റിവ്യൂ വന്നപ്പോൾ സാനിയ അയ്യപ്പൻ തന്നെ ആളുടെ ഇതിൽ പറയുന്നുണ്ട്, അതിൽ ലൂസിഫർ ഒരു ടീനേജർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എമ്പുരാൻ ഇറങ്ങുമ്പോൾ അതിൽ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ജാൻവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇനി ഈ ലൂസിഫറിന്റെ പ്രീക്വൽ ആണോ അതോ സീക്വൽ ആണോ എമ്പുരാൻ എന്നുള്ളത്. ഇത് സീക്വലും ഇത് തേർഡ് പാർട്ട് മേ ബി ഒരു ഇതാണെന്ന് ലീഡ് ഇതിലോട്ടുള്ളതാണ്. പക്ഷെ അത് എങ്ങനെയാണ് അവരെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ജാൻവി തീർച്ചയായിട്ടും വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ജാൻവിനെ നമുക്ക് എമ്പുരാനിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കിപ്പോ ഒരു ആകാംക്ഷ കൂടിയായി ഓരോ ക്യാരക്ടറിനെ നമ്മൾ പഠിച്ചിട്ട് ഇവിടെ വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് ആകാംക്ഷ കൂടിയായി. സീക്വൽ ആയിട്ട് വരുന്നത് ഇപ്പൊ തേർഡ് പാർട്ടിലെ ലീഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രീക്വൽ സീനുകൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഓരോ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ കൂടി സിനിമയിലുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണം അല്ലെ. അത്രയും ആകാംക്ഷയോടെ എല്ലാവരും ഇരിക്കണം. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇതിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ കണ്ടു തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു.